ഇബാദുർ റഹ്മാനെ പറ്റി സൂറത്തുൽ ഫുർഖാൻ സംസാരിക്കുന്നിടത്തുള്ള ഖുറാൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗം, പിന്നെ ഈ അള്ളാഹുവിനെ പുറമേയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കാത്തവരാണ് അവർ. അതുപോലെ പിന്നെ അന്യായമായ ആളുകളെ കൊല ചെയ്യാത്തവരാണ്, സിന വ്യഭിചാരം ചെയ്യാത്തവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വമൻ യഫ് അൽ ദാലിക യൽഖ അസാമ, അങ്ങനെ ചെയ്യുന്ന ആളുകൾ ശരിക്ക് ഗുരുതരമായ പിന്നെ തിന്മ തന്നെയാണ്, കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർക്ക് അവരുടെ ശിക്ഷ ഇരട്ടിയാക്കി കൊടുക്കും എന്നൊക്കെ അത് പറയുമ്പോൾ ഖുർആൻ അത് വളരെ ഗൗരവമായിട്ടാണല്ലോ പറഞ്ഞത്. ശിക്ഷ അതിന് അവർക്ക് നരകത്തിൽ അവർ വീഴും, അവർ ശാശ്വതരായിട്ട് നരകത്തിലെത്തും, ശിക്ഷ അവർക്ക് ഇരട്ടിയാക്കി കൊടുക്കും. ഇതൊക്കെ പറയുമ്പോൾ ശരിക്ക് ആ വചനം വായിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ പെട്ടുപോയി ഇതൊക്കെ ചെയ്യുമ്പം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പിന്നെ ഒരു 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 പ്രതീക്ഷ കൊടുക്കുന്നത് അതിന് ശേഷമുള്ള വചനം, ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ ഫ ഉലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറ റഹീമ. എന്നിട്ട് ഒരു വിഭാഗത്തെ അള്ളാഹ് മാറ്റി നിർത്തുകയാണല്ലോ, ഇല്ലാമൻ താബ, തൗബ ചെയ്തവരൊഴികെ, പിന്നെ അതുപോലെ വിശ്വസിച്ചവരൊഴികെ, വ അമില അമലൻ സ്വാലിഹ, എന്നിട്ട് തെറ്റ് സംഭവിച്ചു പോയി അത് തിരുത്തി പഠിച്ചോനെ ഇത് ഞാൻ ശിക്ഷിക്കപ്പെടുമല്ലോ, എനിക്കിതിന് ഞാൻ വിചാരണക്ക് വിധേയമാവുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ തെറ്റിനെ തിരുത്താൻ തയ്യാറായി അവൻ്റെ ഈമാൻ അവൻ പുതുക്കി എന്നിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പറ്റി അള്ളാഹ് പറയണത്, അവരുടെ തിന്മകളെ അള്ളാഹു ആ തിന്മകൾ ചെയ്തിരുന്ന സ്ഥാനത്ത് ആ തിന്മകളെ പഠിച്ചവൻ അങ്ങോട്ട് മായ്ച്ചു കളയുകയും അവരുടെ ആ ഒരു നന്മയിലേക്കുള്ള ഒരു താല്പര്യം അത് മുഖേന അവർക്ക് പിന്നെ ആ തിന്മകൾ മായ്ക്കപ്പെട്ടിടത്ത് അതിന് പകരമായിട്ട് നന്മകൾ ചെയ്യാൻ അവസരം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും എന്ന് ഖുർആൻ വളരെ മനോഹരമായിട്ട് ഇതിങ്ങനെ പറയുമ്പോൾ ശരിക്കും ഈ ഈ തൗബക്ക് എൻ്റെ വിശദീകരണം ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അറബി പ്രയോഗം അൽ ഇഅ്തിറാഫ്, തിരിച്ചറിയുക, പിന്നെ അൽ ഇനാബ എന്നിട്ട് എന്ന് മടങ്ങുക, വൽ ഇഖ്ലാ എന്നിട്ട് ആ തിന്മയെ വലിച്ചെറിയുക. ശരിക്കും ഈ തൗബ എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വല്ലാത്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.